അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ 14ാമത്തെ ചാപ്റ്റർ ഖുദിൽ കിതാബ ബിഖുവത്തിൻ. ഇത് മറിയം സൂറത്തിലെ 12ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയുന്നു ഖുദിൽ കിതാബ്. യഹ്യാ നബിയോടാ പറയുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാമിന് ജനിച്ച യഹ്യാ നബിയോട് അല്ലാഹു തആല പറയുന്നു ഖുദിൽ കിതാബ, നീ കിതാബ് പിടിക്കൂ, ഈ ഗ്രന്ഥം പിടിക്കൂ. ഏതാണ് ഗ്രന്ഥം? മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട തൗറാത്ത്. ആ തൗറാത്ത് പിടിക്കൂ ബിഖുവത്തിൻ, ശക്തിയോടെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് അർത്ഥങ്ങൾ. അതിൽ അർത്ഥം അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെ പ്രവർത്തിക്കൽ കൊണ്ടും വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കൽ കൊണ്ടുമാണ്. ആ നിലക്ക് ഈ കിതാബാകുന്ന ഈ തൗറാത്തിനെ പിടിക്കൂ. ശേഷം ഒരു ആയത്തും കൂടെ ഉണ്ട്, ആതൈനാഹുൽ ഹുക്മ സബിയ്യ. അല്ലാഹു തആല യഹ്യാ നബിയോട് തന്നെ പറയുന്നു, ആതൈനാഹു, നാം യഹ്യാ നബിക്ക് നൽകി, അൽ ഹുക്മ സബിയ്യ, അൽ ഹുക്മ ഗ്രഹണശക്തി, സബിയ്യ കുട്ടിയായ സമയത്ത്. യഹ്യാ നബിക്ക് പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഈ തൗറാത്ത് എന്ന ഗ്രന്ഥം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി നാം യഹ്യാ നബിക്ക് നൽകി എന്നാണ് ഈ ഹെഡിങ്ങിന്റെ അർത്ഥം. ചുരുക്കത്തിൽ പാഠത്തിൽ പറയുന്നത്, സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് കുട്ടിയില്ലാതെ വളരെ ദുഃഖിച്ച സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് വയസ്സായിരുന്ന സമയം, വയസ്സായ സമയത്തായിരുന്നു പ്രാർത്ഥന നടത്തിയത്. അള്ളാഹു സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് സന്താനത്തെ നൽകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അള്ളാഹു, എനിക്ക് വയസ്സായി, എന്റെ ഭാര്യ വന്ധ്യയുമാണ്, എനിക്ക് എങ്ങനെ കുട്ടികളുണ്ടാകും? അല്ലാഹുത്താല അരുളി. അല്ലാഹുത്താല പറഞ്ഞു, അതെനിക്ക് എളുപ്പമാണ്. ഇതിനു മുമ്പ് ഒന്നുമില്ലായ്മയിൽ താങ്കളെ ഞാൻ സൃഷ്ടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ സക്കരിയ നബി അലൈഹി ഇസ്ലാം അല്ലാഹുത്താലയോട് ഒരു അടയാളം ആവശ്യപ്പെട്ടു. എന്തായിരുന്നു അടയാളം? 3 ദിവസം ആംഗ്യ ഭാഷയിലല്ല താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതാണ് അടയാളം. ഏത്? യഹ്യാ നബി അലൈഹി ഇസ്ലാം ജനിക്കാറായിട്ടുണ്ടെന്നുള്ള അടയാളം എന്തായിരുന്നു? 3 ദിവസം സംസാരിക്കാൻ കഴിയാതെ വെറും ആംഗ്യ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. അങ്ങനെ യഹ്യാ നബി അലൈഹി സ്വലാം ജനിച്ചത്. ഇതായിരുന്നു. പഠനം നോക്കൂ, വായിക്കാം. മരപ്പണിക്കാരനായ പ്രവാചകൻ, അധ്വാനിച്ച് ജീവിക്കുകയും ദുഃഖിതരെ സഹായിക്കുകയും യാചകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്ത മഹാൻ, ഇസ്രായേലിയരിലേക്ക് നിയുക്തനായ സക്കരിയ അലൈഹിസ്സലാമാണ് പ്രവാചകൻ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് ജനനം. അദ്ദേഹത്തിന് 120 വയസ്സായി. പ്രബോധനം തുടരാനൊരു സന്താനമില്ലാതെ മഹാൻ ദുഃഖിച്ചു. അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. തന്റെ സംരക്ഷണത്തിൽ വളർത്തിയിരുന്ന മറിയമിൽ നിന്നുണ്ടായ അസാധാരണ കഴിവുകൾ കണ്ട നബിക്ക് ആശയും പ്രതീക്ഷയും വർദ്ധിച്ചു. അല്ലാഹു തആല യഹ്യ എന്ന സന്താനത്തെ നൽകുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചു. സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, എനിക്ക് വയസ്സായി, എന്റെ ഭാര്യ വന്ധ്യയുമാണ്, എങ്ങനെ കുഞ്ഞുണ്ടാകും? അല്ലാഹു തആല അരുളി, അതെനിക്ക് എളുപ്പമാണ്. ഇതിന് മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് താങ്കളെ ഞാൻ സൃഷ്ടിച്ചില്ലേ? അദ്ദേഹം അല്ലാഹു തആലയുടെ അടയാളം ആവശ്യപ്പെട്ടു. 3 ദിവസം ആംഗ്യ ഭാഷയിലല്ല താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതാണ് അടയാളം. അല്ലാഹു തആല പറഞ്ഞു. യഹ്യ അലൈഹി ഇസ്ലാം ജനിച്ചു. മുത്തഖിയനായ തഖ്വയുള്ള അള്ളാഹുവിനെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുന്നു. അതാ മുത്തഖിയും സ്വൽസ്വഭാവയുമായി വളർന്നു. കളിക്കാൻ ക്ഷണിച്ച കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു, കളിക്കാനെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. യഹ്യ അലൈഹിസ്സലാം ഭൗതിക വിദഗ്ധനായി ജീവിച്ചു. രോമവസ്ത്രം ധരിച്ചും വൃക്ഷങ്ങളിൽ നിന്ന് കഴിച്ചും വിജനസ്ഥലത്ത് കബറ് കുഴിച്ച് അതിന് ഇബാദത്ത് ചെയ്തും അദ്ദേഹം കഴിഞ്ഞുകൂടി. അക്കാലത്ത് ഡമസ്കസിൽ അധർമ്മിയായ ഒരു രാജാവുണ്ടായിരുന്നു. അധർമ്മിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമിയായ, ധർമ്മത്തിനെതിരെ ജീവിക്കുന്ന ഒരാൾ. രാജാവ് തനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു ബന്ധുവിന് വിവാഹം കഴിക്കാൻ ഒരുങ്ങി. രാജാവിന് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരാളെ രാജവിവാഹം കഴിക്കാൻ ഒരുങ്ങി. ആരെയും വകവെക്കാതെ സത്യം പറയുന്ന പ്രകൃതക്കാരനായ യഹ്യ അലൈഹിസ്സലാം ആ നിഷിദ്ധമായ വിവാഹം നിരോധിച്ചു. കമിതാക്കൾ നബിയോട് വിദ്വേഷം വെച്ച് പുലർത്തി. യഹ്യ അലൈഹിസ്സലാമിന്റെ ശിരസ് തനിക്ക് സമ്മാനിക്കണമെന്ന് കാമുകനോട് ആവശ്യപ്പെട്ടു. അഥവാ രാജാവിന്റെ ആ സ്ത്രീ സ്നേഹിച്ച
ആ കാമുകിയായ സ്ത്രീ രാജാവിനോട് ആവശ്യപ്പെട്ടു. ശപിക്കപ്പെട്ട രാജാവ് ആവശ്യത്തിന് വഴങ്ങി. നബിയെ വധിക്കാൻ അയാൾ ആളെ വിട്ടു. മണിക്കൂറുകൾക്കകം യഹ്യ അലൈഹിസ്സലാമിന്റെ ശിരസ് അവളുടെ മുമ്പിലെത്തി. അങ്ങനെ അവർ അല്ലാഹു തആല ശാപമിറങ്ങാൻ കാരണക്കാരായി തീർന്നു. ഇതായിരുന്നു പടം. ഇനി നമുക്ക് തരീബാത്ത് വായിക്കാം. ഒന്നാമത്തെ നുജീബു. അതിലൊന്നാമത് സക്കരിയ അലൈഹിസ്സലാമിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തരം: അധ്വാനിച്ച് ജീവിക്കുകയും ദുഃഖിതരെ സഹായിക്കുകയും യാചകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യം: സക്കരിയ അലൈഹിസ്സലാം ദുഃഖിക്കാൻ കാരണമെന്ത്? ഉത്തരം: പ്രബോധനം തുടരാൻ ഒരു സന്താനമില്ലാതെ ആ മഹാൻ ദുഃഖിച്ചു. ചോദ്യം 3: അല്ലാഹു തആല സക്കരിയ അലൈഹിസ്സലാമിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ത്? ഇയാൾ സന്താനത്തെ നൽകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. നാലാമത്തെ ചോദ്യം: സക്കരിയ അലൈഹിസ്സലാം അല്ലാഹു തആലയോട് ചോദിച്ചു എന്ത്? എനിക്ക് വയസ്സായി, എന്റെ ഭാര്യ വന്ധ്യയുമാണ്, എങ്ങനെ കുഞ്ഞുണ്ടാകും? അഞ്ചാമത്തെ ചോദ്യം: കുഞ്ഞ് ജനിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞ അടയാളം എന്തായിരുന്നു? 3 ദിവസം ആംഗ്യഭാഷയിലില്ലാതെ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇതാണ് അടയാളം. ആറാമത്തെ ചോദ്യം: കളിക്കാൻ ക്ഷണിച്ച കുട്ടികളോട് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞതെന്ത്? ഉത്തരം: കളിക്കാനല്ല നാം സൃഷ്ടിക്കപ്പെട്ടത്. ഏഴാമത്തെ ചോദ്യം: യഹ്യ അലൈഹിസ്സലാമിന്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു? യഹ്യ അലൈഹിസ്സലാം ഭൗതിക വിരക്തനായി ജീവിച്ചു. രോമവസ്ത്രം ധരിച്ചും വൃക്ഷങ്ങളിൽ നിന്ന് കഴിച്ചും വിജനസ്ഥലത്ത് കബറ് കുഴിച്ച് അതിലിരുന്ന് ഇബാദത്ത് ചെയ്തും അദ്ദേഹം കഴിഞ്ഞുകൂടി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം തഖ്സീസ്, കുറിപ്പ് തയ്യാറാക്കുക. അതിലൊന്ന് യഹ്യ അലൈഹിസ്സലാമിന്റെ രക്തസാക്ഷിത്വം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നോക്കൂ, അക്കാലത്ത് ഡമസ്കസിലെ അധർമ്മിയ രാജാവുണ്ടായിരുന്നു. രാജാവ് തനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു ബന്ധുവിന് വിവാഹം കഴിക്കാനൊരുങ്ങി. ആരെയും വകവെക്കാതെ സത്യം പറയുന്ന പ്രകൃതക്കാരനായ യഹ്യ അലൈഹിസ്സലാം ആ നിഷിദ്ധമായ വിവാഹം നിരോധിച്ചു. കമിതാക്കൾ നബിയോട് വിദ്വേഷം വെച്ച് പുലർത്തി. യഹ്യ അലൈഹിസ്സലാമിന്റെ ശിരസ് തനിക്ക് സമ്മാനിക്കണമെന്ന് കാമുകോട് ആവശ്യപ്പെട്ടു. ശപിക്കപ്പെട്ട രാജാവ് അവരുടെ ആവശ്യത്തിന് വഴങ്ങി. നബിയെ വധിക്കാൻ അയാൾ ആളെ വിട്ടു. മണിക്കൂറുകൾക്കകം യഹ്യ അലൈഹിസ്സലാമിന്റെ ശിരസ് അവരുടെ മുമ്പിലെത്തി. അങ്ങനെ അവർ അല്ലാഹു തആല ശാപമിറങ്ങാൻ കാരണക്കാരായി തീർന്നു. അല്ലാഹു നമ്മെ എല്ലായിടത്തും വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.